ദൈവത്തിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടട്ടെ. നമ്മളൊരു വേദഭാഗം ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ഈ ക്ലാസ് ആരംഭിക്കുകയാണ്. വീടുകളിൽ നമ്മുടെ വീടുകളൊക്കെ എല്ലാ വർഷവും ദൈവത്തിരുസന്നിധിയിൽ കാഴ്ചവെക്കും. അപ്പോൾ പുരോഹിതൻ വന്ന വീടിനെ വാഴ്ത്തുന്നതിന് തൊട്ട് മുമ്പ് പുരോഹിതൻ ആ വീടിന് ദൈവവചനത്തിൻ്റെ ഒരാശീർവാദം കൊടുക്കും. അപ്പോൾ വായിക്കുന്ന വേദഭാഗം ഏതാണെന്ന് ആർക്കെങ്കിലും അറിയാവോ? പരകുദാശ നടത്തുമ്പോൾ വായിക്കുന്ന വേദഭാഗം സക്കായിയുടെ വേദഭാഗമാണ് വായിക്കുക. ആ ഭാഗം വായിക്കുമ്പോൾ സക്കായിയുടെ ഭാഗത്താണ് കുടുംബനാഥൻ നിൽക്കുക, ക്രിസ്തുവിൻ്റെ ഭാഗത്ത് പുരോഹിതൻ നിന്നുകൊണ്ട് ആ വീടിന് സക്കായിയുടെ ഭവനത്തിന് കൊടുത്ത് അനുഗ്രഹം കൊടുക്കാൻ പോവുകയാണ്. എന്താണ് സക്കായിയുടെ ഭവനത്തിന് കിട്ടിയ അനുഗ്രഹം? നമ്മൾ അതിലേക്കാണ് പോകുന്നത്. അതിലൂടെയാണ് നമ്മൾ ഈ ക്ലാസ് ആദ്യം ആരംഭിക്കുന്നത്. സക്കായി വീട് യേശുവിന് കാഴ്ചവെച്ചപ്പോൾ ആ വീടിന് എന്ത് കിട്ടിയോ അത് ധ്യാനിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ആ വേദഭാഗം ഇതാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം, ലൂക്കോസ് 19:1 തൊട്ട്. യേശു ജെറിക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കേവോസ് എന്നു പേരായ ഒരാളുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. ആദ്യത്തെ ഭാഗം തന്നെ ഒന്ന് ധ്യാനിക്കുക. യേശു കടന്നു പോകുന്ന പട്ടണത്തെക്കുറിച്ച് സുവിശേഷകൻ എഴുതിയിട്ടുണ്ട്. ഏത് പട്ടണത്തിലൂടെയാണ് യേശു പോയത്? എരീഹോ. പക്ഷേ യേശുവിനെ കുറിച്ച് സുവിശേഷകൻ ഇവിടെ എഴുതിയപ്പോൾ യേശു ബത്ഫഗയിലൂടെ പോയിന്നോ, ബദന്യയിലൂടെ പോയിന്നോ, നസറത്തിലൂടെ പോയിന്നോ അല്ല അവൻ എഴുതിയത്. യേശു എരീഹോയിലൂടെ പോയപ്പോൾ എതിരെയാ? എന്താണ് എരീഹോയുടെ പ്രത്യേകത? ആ യോശുവയുടെ പുസ്തകത്തിലാണ് അതിൽ എഴുതിയിരിക്കുന്നത്, എരീഹോ പട്ടണം ശപിക്കപ്പെട്ട പട്ടണം. എങ്ങനത്തെ പട്ടണമാണ്? ശാപം കിടക്കുന്ന സ്ഥലമാണിത്. ആരുടെ ശാപം? ദൈവത്തിൻ്റെ ശാപം കിടക്കുന്ന സ്ഥലമാണ് എരീഹോ. അപ്പം നമ്മൾ ആദ്യം അതിനെക്കുറിച്ചൊന്ന് ധ്യാനിക്കുകയാണ്. ചില വീടുകളുടെയും പ്രത്യേകത എങ്ങനെയാണ്? എന്നാ ചെയ്താലും ഇങ്ങോട്ട് കയറുന്നില്ല, ശാപം കിടക്കുകയാണ്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് എന്ത് ശാപമാണ്? അപ്പോഴാണ് ചിലർ വന്നിട്ട് ആ ശാപം, ഈ ശാപം, പൂർവിക ശാപം, കൊലപാതകത്തിൻ്റെ ശാപം, ആഘോഷൻ്റെ ശാപം, മന്ത്രവാദത്തിൻ്റെ ശാപം, കടമറ്റം സഭയുടെ ശാപം, ഒരുപാട്. പിന്നെ നമുക്ക് ആകെ അസ്വസ്ഥതയായി. യേശു കടന്നുപോയി ശപിക്കപ്പെട്ട ഒരു പട്ടണത്തിലൂടെ. എന്താണ് എരീഹോയുടെ പ്രത്യേകത? ശാപം വന്നത് എങ്ങനെയാണ്? അപ്പോൾ ആദ്യം ധ്യാനിക്കുക, എങ്ങനെയാണ് ശാപം വന്ന് വീണത് എരീഹോയിൽ? ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ ജനം മിസ്രൈമിലെ കഷ്ടതയിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് പോവുകയാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്ത ജനത്തിൻ്റെ യാത്രയ്ക്ക് തടസ്സം നിന്ന ജനതകളെ അവർ കീഴടക്കി പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ അവർ എരീഹോ എന്ന് പറയുന്ന ഒരു പട്ടണത്തിൻ്റെ മുമ്പിൽ വന്നു. അവിടെ വന്നപ്പോൾ ദൈവജനം സ്റ്റക്കായി. കാരണം എരീഹോ പട്ടണത്തെ കീഴടക്കാൻ ഇവർക്ക് കഴിയുമെന്ന് ഇവർക്ക് വിശ്വാസമില്ല. എന്തെന്നാൽ എരീഹോ പട്ടണം ശക്തമായ മതിലുള്ള ഒരു പട്ടണമാണ്. എന്താ പ്രത്യേകത? ശാപം വീണ പട്ടണത്തിൻ്റെ പ്രത്യേകത അച്ഛൻ പറയുന്നത്, എരീഹോ പട്ടണം എന്ന് പറഞ്ഞാൽ ശക്തമായ വീതി കൂടിയ, ഉയരം കൂടിയ, കനമുള്ള, ബലമുള്ള, കോട്ടയുള്ള ഒരു പട്ടണമാണ്. അങ്ങനെ കോട്ടയുണ്ടെന്ന് വിചാരിച്ച് എന്താ കുഴപ്പം? കോട്ടയുള്ളതിനൊക്കെ ശപിക്കാൻ പറ്റുമോ? കോട്ടയുള്ളത് കൊണ്ട് വേറൊരു കുഴപ്പം പറ്റി പട്ടണത്തിലുള്ളവർക്ക്. എന്താണെന്നറിയോ? കോട്ടയുള്ളത് കൊണ്ട്, ഒന്നോടെ ശ്രദ്ധിച്ച് കേൾക്കണം, കോട്ടയുള്ളത് കൊണ്ട് പട്ടണത്തിൻ്റെ ഉള്ളിലുള്ളവർക്ക് ഒരു കുഴപ്പം പറ്റി. എന്താ കുഴപ്പം എന്നറിയോ? അയൽവക്കത്തെ കൊച്ചു രാജ്യങ്ങളെല്ലാം ഇസ്രായേൽ ജനം വരുന്നു എന്നറിഞ്ഞപ്പോൾ ഭയപ്പെട്ടു. കോട്ടയുള്ള ജനം പേടിച്ചില്ല. കാരണം അവർക്ക് എന്തുറപ്പുണ്ട്? ഞങ്ങളെ ആരും ഞങ്ങൾക്ക് എന്തുണ്ട്? പ്രൈസ് ദി ലോർഡ്. എന്തുണ്ട്? ഞങ്ങൾക്ക് കോട്ടയുണ്ട്. ഞങ്ങൾക്കൊരു കോട്ടയുണ്ട് എന്ന് ഇവർക്ക് നല്ല ഉറപ്പുണ്ട്. കോട്ട ആരുണ്ടാക്കിയതാ? അവർ തന്നെ ഉണ്ടാക്കിയതാണ് അല്ലേ? അവരെന്തിൽ ആശ്രയിച്ചു? അവർക്കുള്ളതിൽ ആശ്രയിച്ചു. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു. അവരെന്തിൽ ആശ്രയിച്ചു? അവർക്കുള്ളതിൽ ആശ്രയിച്ചു. ഞങ്ങൾക്ക് നല്ലൊരു കോട്ടയുണ്ട്. ഇനി വരുന്നവന്മാർ എവിടെ നിന്ന് നാടോടികൾ കുറേ എണ്ണം വരുന്നുണ്ട്. അവർക്ക് ഇവിടെ വന്നാൽ എന്നാ ചെയ്യാൻ പറ്റും? അവരുടെ കയ്യിലിരിക്കുന്ന കൂടം കൊണ്ട് തട്ടിയാൽ ഞങ്ങളുടെ കോട്ട പൊട്ടില്ല. അവർ ആശ്രയിച്ചത്, അവർ സൃഷ്ടിച്ചതിൽ അവർ ആശ്രയിച്ചു. അങ്ങനെ ആശ്രയിച്ച എന്താ കുഴപ്പം വരുമെന്നറിയോ? അറിയാതെ നമ്മുടെ ഉള്ളിൽ നമ്മളിലൊരു അഹങ്കാരം ഉണ്ടാവും. ഞങ്ങളെ ആരും ഒരു ചുക്കും ചെയ്യാൻ പോണില്ല എന്ന്. അവന്മാരവിടെ വന്നിട്ട് വായിൽ നോക്കി അങ്ങ് പൊക്കോളും. ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. ഞങ്ങൾക്കുണ്ട് കോട്ട അല്ലേ? അങ്ങനത്തെ ചില കോട്ട നമുക്കൊക്കെ ഉണ്ട്. എന്തായിരുന്നു ആ ചില കോട്ട? ചിലർക്കുണ്ട്. എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് അത്യാവശ്യം ആരോഗ്യമൊക്കെ ഉണ്ട്, എനിക്ക് അത്യാവശ്യം ബുദ്ധിയൊക്കെ ഉണ്ട്. ഞാനൊരു പള്ളിയിൽ ഒരു വീട്ടിലൊരു കാര്യം പറഞ്ഞു, അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കറിയാമല്ലോ. അഹങ്കാരത്തിൻ്റെ ഒരു കോട്ട. പിന്നെയോ ചിലർക്ക് കാശിൻ്റെ കോട്ട. എനിക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല.
എൻ്റെ പിള്ളേരെല്ലാം വിദേശത്തുണ്ട്, അല്ലെങ്കിൽ എനിക്കിഷ്ടമായിരിക്കും, വരുമാനമുണ്ട്. സമ്പത്തിൻ്റെ ഒരു കോട്ട, ധിക്കാരത്തിൻ്റെ ഒരു കോട്ട, അങ്ങനെ പല കോട്ടയും നമ്മളങ്ങ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ആശ്രയിച്ചിരിക്കുകയാണ് അതിലൊക്കെ. കോട്ടയുള്ള പട്ടണം, തൻ്റെ കോട്ടയിൽ ആശ്രയിച്ച പട്ടണമാണേത്? എരീഹോ കോട്ട. അടുത്തത്, ഈ കോട്ട, എരീഹോയ്ക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. എരീഹോ ജനത്തിന്, ഒന്നോടെ ശ്രദ്ധിക്കണം, എരീഹോ ജനത്തിന് ഈ കോട്ട ഒരു സംരക്ഷണമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മളിൽ ആരെങ്കിലും എരീഹോ കോട്ടയ്ക്ക് ഉള്ളിൽ കിടക്കുന്നതാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഇങ്ങനത്തെ കോട്ടയെക്കുറിച്ചൊരു ധൈര്യം വരും. എന്നെ ആരും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കൊരു കുഴപ്പമില്ല, കോട്ടയുണ്ട്. കോട്ടയ്ക്ക് പുറത്തുള്ളവരുടെ ചിന്ത എന്താണ് ഇപ്പോൾ? ഇസ്രായേൽ ജനം കോട്ടയ്ക്ക് പുറത്താണ്. ചില ആളുകൾ കോട്ടയ്ക്കകത്ത്, ചില ആളുകൾ കോട്ടയ്ക്ക്, ഒന്ന് വേഗം പറ, ചിലർ കോട്ടയ്ക്കുള്ളില്, ചിലർ കോട്ടയ്ക്ക് പുറത്ത്. ഉള്ളിലുള്ളവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്, ഞങ്ങളുടെ കോട്ട ആർക്കും പൊളിക്കാൻ പറ്റില്ല. അതുപോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കോട്ടയാണ്. കോട്ടയ്ക്ക് പുറത്തുള്ളവന്റെ ചിന്ത എന്താ? ഇങ്ങനെയും ചില കുടുംബങ്ങളുണ്ട്. ചില കുടുംബങ്ങൾ അവരുടേതായ ചില സൃഷ്ടികളിൽ അഹങ്കരിച്ച് ബലപ്പെട്ട് നിൽക്കുന്നു. കോട്ടയ്ക്ക് പുറത്തുള്ള നിങ്ങളുടെ അവസ്ഥ എന്താണ്? ഞങ്ങളെ കൊണ്ടെങ്ങും ഇത് അഭിമുഖീകരിക്കാൻ കഴിയില്ല, അല്ലേ? ഈ ചിന്തയാണ് അവർക്കുള്ളത്. ഇനിയിപ്പോൾ ഞങ്ങൾ എന്നാ ചെയ്യും? ഞങ്ങളെ കൊണ്ടെങ്ങും ഇത് പരിഹരിക്കാൻ കഴിയില്ല. ചില ഭാര്യമാർ ചിന്തിക്കും, എൻ്റെ കെട്ടിയോൻ്റെ കള്ളുകൂടി എന്നെ കൊണ്ടെങ്ങും, ഈ കുടുംബത്തിൻ്റെ ദുരന്തം എന്നെ കൊണ്ടെങ്ങും പറ്റുകയില്ല. ഇങ്ങനെ തോറ്റ മനോഭാവം കോട്ടയ്ക്ക് പുറത്തുള്ളവർക്ക്. കോട്ടയ്ക്കകത്തുള്ളവർക്ക് ജയിച്ച മനോഭാവം. ശരിയാണോ? ഇങ്ങനെയും കുറേ ആൾക്കാരുണ്ട്. അയ്യോ, ഈ രോഗം ഇതെന്താണ് അതിജീവിക്കും തോന്നണില്ല. അയ്യോ, ഇനി എനിക്ക് മക്കള് ഒരു സാധ്യത ഉണ്ടെന്ന് തോന്നണില്ല. ഇങ്ങനെ കുറേ വിഷയങ്ങൾ നമ്മുടെ തലക്കകത്ത് കിടക്കും. പ്രിയപ്പെട്ടവരെ, കോട്ടയെ നോക്കിയിട്ടല്ല ജീവിതം ക്രമീകരിക്കേണ്ടത്. കോട്ടയല്ല നിന്റെ ജീവിതത്തിൻ്റെ വിധി നിർണയങ്ങൾ ഗണിക്കുന്ന പ്രധാന ഘടകം. ഇന്ന് എനിക്ക് നിങ്ങൾക്കും പറ്റിപ്പോയി കോട്ടയെ നോക്കിയിട്ട്. കോട്ടയ്ക്ക് അപ്പുറത്തും ഇപ്പുറത്തും നടക്കുന്ന ചില സംഭവങ്ങൾ ധ്യാനിക്കണം. പക്ഷെ യോശുവ പറഞ്ഞു, കോട്ടയല്ല പ്രധാനം, കോട്ടയുടെ ഉടയവൻ വേറൊരുത്തനുണ്ട്, അവനിലേക്ക് നോക്കാൻ പറഞ്ഞു. യോശുവ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഈ കോട്ട എങ്ങനെ പൊട്ടിക്കും? ഇവന്മാർ പറയുന്നുണ്ട് കൂടം കൊണ്ട് തല്ലിയ പൊട്ടും, കമ്പി കൊണ്ട് കുത്തിയ പൊട്ടും. കുറച്ച് ആൾക്കാർ, ചെറുപ്പക്കാരും കൂടെ വന്നിട്ട് വലിയ കട്ടപ്പാര കമ്പി എടുത്തിട്ട് എരീഹോ കോട്ടയ്ക്കിട്ട് 4 കുത്തു വെച്ച് കൊടുത്തു. എവിടെ? കമ്പി വളഞ്ഞു പോയിട്ടുണ്ടാവും, അതുപോലത്തെ കോട്ടയാണ്. അപ്പോൾ അകത്തു നിന്ന് ആൾക്കാർ ചിരിച്ചു. ഏതോ കുറച്ച് പൊട്ടന്മാർ വന്നിട്ട് അവിടെ കുത്തുന്നുണ്ട്. എന്താകാൻ? വലിയ വിഷയമാണ്. അപ്പോൾ യോശുവ ദൈവത്തോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ യോശുവയോട് ദൈവം പറഞ്ഞു, സാരില്ല, 1-ാമത്തെ ദിവസം ഈ ജനത്തെ എല്ലാം കൂട്ടി കോട്ടയ്ക്ക് ചുറ്റും നടക്കാൻ പറഞ്ഞു. അപ്പോൾ യോശുവ അനൗൺസ്മെൻ്റ് നടത്തി, എല്ലാവരും വരിക, 1-ാമത്തെ ദിവസം കോട്ടയ്ക്ക് ചുറ്റും നമുക്കൊന്ന് നടക്കാം. അപ്പോൾ എല്ലാവരും പറഞ്ഞു, എന്നാൽ പിന്നെ നടന്നേക്കാം. അപ്പോൾ കുറച്ച് പേര് മാറി നിന്നിട്ട് പറഞ്ഞു, യോശുവയ്ക്ക് വലിയ ബോധമൊന്നുമില്ല, നടന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഇതുകൊണ്ട് അടിച്ചിട്ട് പൊട്ടുന്നില്ല, പിന്നെ നടന്നിട്ട് എന്താ കാര്യം? അപ്പോൾ കുറച്ച് പേര് പറഞ്ഞില്ല, അങ്ങനെ വിമർശിക്കരുത്, പുള്ളി പ്രധാനാചാര്യനാണേ, പറഞ്ഞത് കേൾക്കാം. പ്രധാനാചാര്യം വന്നേക്കണ് അല്ലേ? ഇതൊക്കെ നമ്മുടെ വീട്ടിൽ കൂടെ പോകുന്ന കാര്യമാണ്. പള്ളിയിൽ അച്ഛന് വേറെ പണിയൊന്നുമില്ല, കള്ളു കുടിക്കരുതെന്ന് അച്ഛൻ്റെ ഒരു ഉപദേശം. പുരോഹിതൻ പറഞ്ഞത് കുറേ പേര് വിശ്വസിച്ചു, കുറേ പേര് വിശ്വസിച്ചില്ല. എങ്കിലും ഉള്ളിൽ ഇച്ചിരി പേടിയുള്ളതുകൊണ്ട് എല്ലാം കൂടെ നടന്നു. 1-ാമത്തെ ദിവസം കോട്ടയ്ക്ക് ചുറ്റി തിരിച്ചു വന്നു. കോട്ടയ്ക്ക് വല്ലതും പറ്റിയോ? പറ, ഉറക്കെ പറ. 1-ാം ദിവസം നടന്നു വന്നു, കോട്ടയ്ക്കൊന്നും പറ്റിയില്ല. കോട്ടയ്ക്കുള്ളിലുള്ളവർക്ക് വല്ലതും പറ്റിയോ? ഇല്ല. കോട്ടയ്ക്ക് പുറത്തുള്ളവരുടെ മനോഭാവത്തിൽ വല്ലതും വ്യത്യാസം വന്നോ? അവർക്ക് ഒരു കാര്യം കൂടെ ഉറപ്പായി, ഞങ്ങളെ കൊണ്ട് ഇത് പൊളിക്കാൻ പറ്റില്ല. 2-ാം ദിവസം യോശുവയോട് ചോദിച്ചു, ഇനി എന്താ ചെയ്യേണ്ടത്? യോശുവ ദൈവത്തോട് ചോദിച്ചു, എന്നാ ദൈവമേ ചെയ്യേണ്ടത്? ദൈവം പറഞ്ഞു, 2-ാം ദിവസം നടന്നോളാൻ പറഞ്ഞു. 2-3 ദിവസം ഇങ്ങനെ നടന്നു കഴിഞ്ഞപ്പം ഉള്ളിൽ പുറൂറുപ്പ് തുടങ്ങിയ ആൾക്കാർക്ക്, ഇതെന്നാടാ പ്രാന്താണോ? വേറെ പണിയൊന്നുമില്ലേ? പ്രാർത്ഥന തന്നെ, നടപ്പ് തന്നെ, ദൈവം പറഞ്ഞു തന്നെ ചെയ്യുന്നത്, റിസൾട്ട് ഒന്നും കാണുന്നില്ല എന്ന്. നമ്മുടെ വീട്ടിലെ കാര്യം അച്ഛൻ പറഞ്ഞത്, എന്നാ പ്രാർത്ഥനയാ, എന്നാ സമർപ്പണം, എല്ലാ ആഴ്ചയും ധ്യാനത്തിന് പോണു, വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല എന്ന്, വലിയ മാറ്റമൊന്നും കാണുന്നില്ല. ദിവസം 3-ആയി, 4-ആയി, 5-ആയി, 6-ആയി. വല്ല വ്യത്യാസമുണ്ടോ? വല്ല വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസവും ഇല്ല. ഇത് നമ്മുടെ വീട്ടിൽ കൂടെ പോയ ചില സംഭവം. എത്ര കൊല്ലമായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്, എത്ര കൊല്ലമായി കാഴ്ചവെക്കാൻ തുടങ്ങിയിട്ട്, മാറ്റം വല്ലതും ഉണ്ടോ? ഒരു മാറ്റവും ഇല്ല. 7-ാം ദിവസം യോശുവ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഇന്നെന്ത് ചെയ്യണം?
ദൈവം പറഞ്ഞു ഇന്ന് നടന്നോളാൻ പറഞ്ഞു. അപ്പോൾ ദൈവം പറഞ്ഞു ഇന്ന് നടക്കുമ്പോൾ ഒരു കാര്യം, ഇച്ചിരി സ്പീഡിൽ നടന്നോ. എന്താ കാര്യം എന്നറിയോ? ഇന്ന് 7 പ്രാവശ്യം നടക്കണം. അപ്പോൾ യോശുവ വന്നിട്ട് പറഞ്ഞു ഇന്ന് ദൈവം പറയുന്നത് 7 പ്രാവശ്യം നടക്കാൻ. അപ്പോൾ ആൾക്കാരെന്ത് പറഞ്ഞിട്ടുണ്ടാകും? കഴിഞ്ഞ 6 ദിവസമായിട്ട് ഈ പുള്ളിയുടെ പുറകെ ഇങ്ങനെ വടിയും പിടിച്ചോണ്ട് നടക്കുകയാണ്. ഒരു കാര്യമില്ല. ഇന്ന് 7 പ്രാവശ്യം നടക്കാൻ. കുറേ പേര് മാറി നിന്ന് പിറുപിറുത്തു, കുറേ പേര് കളിയാക്കി, കുറേ പേര് പരിഹസിച്ചു. പലതും നടന്നിട്ടുണ്ടാകും അതിൻ്റെ ഉള്ളിൽ. ചെറുപ്പക്കാരെന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും നമുക്കറിയാൻ മേല. മുതിർന്നവരെന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. വിമർശനങ്ങളുടെ കൂമ്പാരം ഉണ്ടാകാൻ എന്തായാലും സാധ്യതയുണ്ട്. പക്ഷെ കുറേ പേര് പറഞ്ഞു എന്തായാലും യോശുവ പറഞ്ഞല്ലേ ചെയ്തേക്കാം. 7-ാം ദിവസം തുടങ്ങി. 1 വല്ല വ്യത്യാസമുണ്ടോ? 2-ാം പ്രാവശ്യം വളയം വല്ല വ്യത്യാസമുണ്ടോ? 3, 4, 5, 6 വല്ലതും നടന്നോ? ഇല്ല. അപ്പോഴത്തേക്കും കുറേ പേര് ചിലപ്പോൾ നിർത്തിയിട്ടുണ്ടാവും ഈ പരിപാടി തന്നെ. ഇതൊക്കെയാണ് പല വീട്ടിലും നടക്കുന്നതേ. കുറേ നാൾ കഴിയുമ്പോൾ ഇത് നിർത്തി, മതി, വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല, ഒരു മാറ്റവും കാണാനില്ല. 7-ാം പ്രാവശ്യം ചുറ്റാൻ നേരത്ത് ദൈവം പറഞ്ഞു 7-ാമത്തെ വളയം പൂർത്തീകരിക്കുന്ന സമയത്ത് പുരോഹിതന്മാർ കാഹളനാദം ഉയർത്തണം. അപ്പോൾ പുറകിലുള്ള ജനം ദൈവത്തെ ആർത്ത് സ്തുതിക്കണം. 7-ാം പ്രാവശ്യം നടന്നു, കാഹളനാദം ഊതി, ആർത്ത് ജനം വിളിച്ചു. എന്താ സംഭവിച്ചേ? പറ. നേരത്തെ കമ്പി കൊണ്ടും കൂടം കൊണ്ട് അടിച്ച കോട്ടയാണേ. ഇപ്പം അതൊന്നും ഉണ്ടല്ലോ, ഉള്ളിൽ നിന്ന് സ്തോത്രം കൂടെ ഉയർന്നു. എന്താ സംഭവിച്ചേ? യെരിഹോ കോട്ട തകർന്നത്രേ. യെരിഹോ കോട്ട തകർന്ന് തരിപ്പണമായി പോയി. എൻ്റെ ചോദ്യം ഇതാണ്, ആദ്യത്തെ ദിവസം നടന്നപ്പോൾ എന്തെങ്കിലും സംഭവിച്ചോ? പറ. സംഭവിച്ചു. ഞാൻ നമ്മുടെ വീടിനെ കുറിച്ചാണ്, നിങ്ങൾ പണ്ടത്തെ യെരിഹോ കോട്ടയിലേക്ക് പോകണ്ട, ഞാൻ നമ്മുടെ വീടിനെ കുറിച്ചാണ് പറയുന്നത്. കോട്ടയ്ക്ക് പുറത്തുള്ളവരുണ്ട്, അവർക്ക് കെട്ടിയവൻ്റെ മദ്യപാനം, പങ്കാളിയുടെ അനുസരണക്കേട്, വീട്ടിലെ ദേഷ്യം, കോപം, ശാപം, മറ്റത് മറിച്ചത്, ഇങ്ങനത്തെ കുറേ എണ്ണമായിട്ട് കോട്ടയ്ക്ക് പുറത്ത് കിടക്കുന്ന വീട്ടുകാരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. കോട്ടയ്ക്ക് അകത്ത് കിടക്കുന്നവരുണ്ടെങ്കിൽ ഓർക്കുക, ഞങ്ങൾക്കൊരു ചുക്കും സംഭവിക്കില്ല, ഞങ്ങളെ ആരും ഒന്നും ചെയ്യില്ല, ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. 1-ാം ദിവസം നടന്നപ്പോൾ തന്നെ കോട്ടയുടെ അടിത്തറ ഇളകിപ്പോയി. പുറമേ കണ്ടോ? പുറമേ ആർക്കും ഒന്നും മനസ്സിലായില്ല. പക്ഷെ അടിയിലെ കല്ലം ഇളകിപ്പോയി. 2-ാം ദിവസം 3-ാം ദിവസം നടന്നപ്പോൾ എന്താ സംഭവിച്ചെന്നറിയോ? അടിത്തറ മൊത്തം ഇളകി. ആരെങ്കിലും കണ്ടോ? കണ്ടൂല. ആരെങ്കിലും കണ്ടോ? ആരും കണ്ടില്ല. നമ്മുടെ വിചാരം എന്താ? എപ്പോഴും കോട്ടയ്ക്കൊന്നും പറ്റിയിട്ടില്ല, ആർക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ അടിത്തറ ഇളകിപ്പോയി ആദ്യത്തെ നടപ്പിൽ തന്നെ. അപ്പൊ ദൈവം പറഞ്ഞു മൊത്തം ഇളകിയിട്ടുണ്ട്, കല്ലും തമ്മിലുള്ള ബന്ധം തീർന്നു. നമുക്ക് മനസ്സിലായില്ല, ദൈവത്തിന് മനസ്സിലായി. നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഒരൊറ്റ പ്രാർത്ഥന. സ്തോത്രം ഉയർത്താനല്ലേ പറഞ്ഞേ? കാഹളനാദം ഉയർത്താനാണ് പറഞ്ഞത്. റിസൾട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല, ഒരൊറ്റ സ്തോത്ര പ്രാർത്ഥന. എന്നെ സംഭവിച്ചെന്നറിയോ? എല്ലാത്തിനും വെടിക്കെട്ട് തീർന്ന്. അർത്ഥം മനസ്സിലായോ? അപ്പോൾ എത്ര നേരം പ്രാർത്ഥിക്കണം? അല്ലെങ്കിൽ എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കണം? നമ്മൾ പെട്ടെന്ന് അങ്ങനെ എന്നാൽ പിന്നെ 7 പ്രാവശ്യം പ്രാർത്ഥിച്ചേക്കാം. അല്ല, കോട്ട പൊട്ടുന്നത് വരെ പ്രാർത്ഥിക്കണം. നമ്മൾ നേരെ തിരിച്ചു. 7 ദിവസം 7 ധ്യാനത്തിന് പോയേക്കാം, 7 കുർബാനയ്ക്ക് പോയേക്കാം. പിന്നെ പരിപാടി നിർത്തി. ഇത് ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് പലതും നടക്കാത്തത്. എത്ര നേരം നടക്കണം? കോട്ട പൊളിയുന്നത് വരെ നടക്കണമെന്ന്. കോട്ട തകരുന്നത് വരെ നടക്കണം. ആദ്യത്തെ നടപ്പിൽ തന്നെ മദ്യപാനത്തിൻ്റെ കോട്ടയിളകും, വ്യഭിചാരത്തിൻ്റെ കോട്ടയിളകും, മ്ലേച്ഛതയുടെ കോട്ടയിളകും, തകർച്ചയുടെ കോട്ടയിളകും. ഒരു സംശയമില്ല. കോട്ട ഇളകി കഴിയുമ്പോൾ സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നീ ഉണ്ടാവണം. യെരിഹോ കോട്ട തകർന്നു. അപ്പോൾ ദൈവം ഒരു അനൗൺസ്മെന്റ് നടത്തി. ഇതിനകത്തുള്ള ആൾക്കാർക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നു. ഇവർ കോട്ടയിൽ ആശ്രയിച്ച ജനമാണ്, ഇത് ശപിക്കപ്പെട്ട ജനമാണ്. ഇതിൽ നിന്നൊന്നും ദൈവജനത്തിൻ്റെ കയ്യിലുണ്ടാകരുത്. യെരിഹോ ശപിക്കപ്പെട്ടത്. എന്തുകൊണ്ടാണ് ശപിച്ചത്? അവർ ദൈവത്തിലല്ല ആശ്രയിച്ചത്. പിന്നെ എവിടെയാണ്? അവർക്കുള്ളതിൽ. വായിക്കുക, റോമൻസ് 1:21 മുതൽ. അതുകൊണ്ട് നോക്കി, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ദൈവത്തെ ദൈവമായി മഹത്വപ്പെടുത്തി ജീവിക്കേണ്ടതിന് പകരം അവരെന്ത് ചെയ്തെന്നറിയോ? ഇതുപോലത്തെ ചില കോട്ടയിൽ ആശ്രയിച്ചു. തങ്ങളുടെ യുക്തി വിചാരങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതിൽ ആശ്രയിച്ചു. എന്നിട്ട് സുവിശേഷകൻ എഴുതിയിരിക്കുകയാണ് അതുകൊണ്ട്, ബിക്കോസ്, അതുകൊണ്ട്, ആ ഒരൊറ്റ കാരണം കൊണ്ട്. ഏത് കാരണം കൊണ്ട്? ദൈവത്തെ ദൈവമായി മഹത്വപ്പെടുത്താത്തത് കൊണ്ട്, അവർക്കുള്ളതിൽ ആശ്രയിച്ചത് കൊണ്ട്. അതുകൊണ്ട് അശുദ്ധി അവർ കീഴ്പ്പെട്ടു പോയി. പലതരത്തിലുള്ള അശുദ്ധി കുടുംബത്തിനകത്ത് വന്നു.
പലതരത്തിലുള്ള അശുദ്ധിക്ക് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ഒറ്റ ഭാഗം ഇത്രയേ ഉള്ളൂ. ലൂക്കോസിൻ്റെ സുവിശേഷം 19 നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. യേശു ഏതിലെ വന്നു? എരീഹോ. എരീഹോ എന്ന് പറഞ്ഞാൽ എന്താണ്? ശപിക്കപ്പെട്ട സ്ഥലം. ശപിക്കപ്പെട്ട സ്ഥലമാണ് എരീഹോ. ഇനി എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ച് അച്ഛൻ പറയുന്നത് ശപിക്കപ്പെട്ട സ്ഥലമാണ് എരീഹോ. ശപിക്കപ്പെട്ട സ്ഥലമായതുകൊണ്ട് അവിടെ നിന്നൊന്നും ദൈവാലയത്തിലേക്ക് കിട്ടിക്കൊണ്ടുവന്നാൽ എടുക്കത്തില്ല. അവിടെ നിന്നൊന്നും ദൈവമനുഷ്യർ സ്വീകരിക്കില്ല. അവിടെ നിന്നൊന്നും ദൈവഭക്തന്മാർക്ക് വേണ്ടതാനും. അങ്ങനെയാണ് എരീഹോയുടെ അവസ്ഥ. പിന്നെ എരീഹോയിൽ ആരാ വന്നതെന്നറിയോ? ചുങ്കക്കാർ വന്ന് വീണതേ. ചുങ്കക്കാർ, വേശ്യകൾ, പാപികൾ, രോഗികൾ, മാനസിക രോഗികൾ, കണ്ണ് കാണാത്തവർ, ഭിക്ഷക്കാർ, ഇങ്ങനെയുള്ള ഇതല്ലേ നമ്മൾ എരീഹോയിൽ പിന്നെ കാണുന്നത്. ബർത്തീമായി എന്ന കുരുടൻ, സക്കായി എന്ന ചുങ്കക്കാരൻ, ഇങ്ങനത്തെ സമൂഹത്തിൻ്റെ മുൻനിരയിൽ നിർത്താൻ കൊള്ളാത്തതുങ്ങൾ ചെന്ന് വീണ സ്ഥലമാണ് എരീഹോ. എന്നിട്ട് യെരൂശലേം ദേവാലയത്തിലുള്ള അച്ഛന്മാർ ചിലപ്പോൾ പറയായിരിക്കും, നമ്മുടെ ദൈവം ശപിച്ച സ്ഥലം, അങ്ങോട്ട് പോകണ്ട, ശാപം കിട്ടിയ സ്ഥലം. അങ്ങനൊരു അഡ്രസ്സും വീണു. ഇത് ചില വീടുകൾക്കുണ്ട് ഇങ്ങനെ. എന്നിട്ട് നമ്മൾ തന്നെ ഇരുന്ന് പറയും, എൻ്റെ വീട് ഇങ്ങനത്തെ അവസ്ഥയിലാണ്, എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, ശപിക്കപ്പെട്ടു പോയി, അറിഞ്ഞില്ല, പറ്റിയില്ല. ബൈബിളിലൊരു സുവിശേഷമുണ്ട്. ആ ശപിക്കപ്പെട്ട സ്ഥലത്തോടെ ആര് വരും? ഒരു ദൈവപുരുഷനും വരാത്ത സ്ഥലത്ത് ഒരു ഗുരുവും വന്നില്ലെങ്കിലും ആര് വരും? യേശു വരും. ഒരു ഹല്ലേലൂയ പറ. നിന്റെ ശപിക്കപ്പെട്ട മേഖലകളിൽ യേശു വരും. ചിലർ നമ്മളോട് പറയില്ലേ, നിന്റെ വീടിൻ്റെ കാരണം ഇതാണ്, പൂർവികന്മാർ ചെയ്ത മറ്റേ പാപമാണ്, മറിച്ച പാപമാണ്, അതുകൊണ്ടാണ് ഇതുകൊണ്ടാണെന്നൊക്കെ പറയും. ഇങ്ങനെ പറഞ്ഞ് നമ്മളെ നിരുത്സാഹപ്പെടുത്തും, ഭയപ്പെടുത്തും, ഭാരപ്പെടുത്തും. നിന്റെ ശപിക്കപ്പെട്ട മേഖലയിൽ ആര് വരും? യേശു വരും. അതാ പ്രത്യേകത. യേശു ശപിക്കപ്പെട്ട സ്ഥലത്ത് യേശു വരും. അതുകൊണ്ടാണ് യേശു വിളിച്ചു പറഞ്ഞത്, ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പിന്നെ ആരെയാ? പാപികളെ പശ്ചാത്താപത്തിലേക്ക് വിളിക്കാനാണ്. എങ്ങോട്ട് വിളിക്കാനാ? പശ്ചാത്താപത്തിലേക്ക്. പാപിയെ അനുതാപത്തിലേക്ക്, സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് വിളിക്കാനാണ് ഞാൻ വന്നത്. അതുകൊണ്ട് ഓർക്കുക, എന്നെ വിളിക്കാൻ വന്ന ഒരു യേശുവിലേക്ക് സമർപ്പിച്ചു കൊടുക്കുക. ഇതാ യേശു എരീഹോയിലൂടെ വന്നു. ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും തലയ്ക്കകത്ത് കിടക്കണം, നീ ശപിക്കപ്പെട്ടതാണ് അല്ലെങ്കിൽ നീ തകർന്നതാണ് എന്ന് നിൻ്റെ കുടുംബം രക്ഷ. ഇതല്ല ചിന്ത. യേശു വരാനുള്ളതാണ് നിൻ്റെ വീട്. നിങ്ങൾ ഈ ബൈബിൾ എടുത്ത് നോക്ക് പ്രിയപ്പെട്ടവരെ. യേശു എവിടെയെല്ലാം ഇടപെട്ടിട്ടുണ്ടോ അതെല്ലാം തകർന്ന സ്ഥലങ്ങളായിരുന്നു. ഇപ്പം നമ്മൾ കണ്ട കാനാവിലെ വീട്, ദാരിദ്ര്യം യേശു ഇടപെടാൻ കാരണമായി. കുഷ്ഠരോഗിയുടെ രോഗം യേശു ഇടപെടാൻ കാരണമായി. അന്ധൻ്റെ അന്ധത യേശു ഇടപെടാൻ കാരണമായി. കാനാനിക്കാരുടെ മകളുടെ അസുഖം യേശു ഇടപെടാൻ കാരണമായി. ലാസറിന്റെ മരണം യേശു ഇടപെടാൻ. അപ്പം നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിസന്ധി വന്നാൽ നമ്മൾ ആദ്യം ഓർക്കണം, ഇതൊരു വാതിലാണ്. ആർക്ക് വരാൻ? ഉറക്കെ പറഞ്ഞേ, യേശു വരാനൊരു വാതിലാണ്. യേശു എൻ്റെ ജീവിതത്തിലേക്ക് വരാനൊരു വാതിൽ തുറന്നൊരു സഹനം, ഇത് നമ്മൾ തിരിച്ചറിയണം. ഈ സഹനം ഒരു വാതിലാണ്. ഞാൻ ഒരിക്കലേ ദുബായ് പള്ളി നടത്തിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ്. ചിലപ്പോൾ നമ്മുടെ തലയ്ക്കകത്ത് ചില സത്യം കിടക്കും, നമ്മളതങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരിക്കും. ഞാൻ ആ പള്ളി ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ, പള്ളി ഇങ്ങനെ 2 നിലയുള്ള പള്ളിയാണ്. മുകളിലത്തെ നിലയിൽ പള്ളി, താഴെ ആളുകൾ, പാഴ്സനേജ് ഓഫീസൊക്കെയാണ്. അപ്പം ഞാനൊരു ദിവസം പള്ളിയിൽ നിന്ന് കുർബാന കഴിഞ്ഞ് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി താഴോട്ട് ഇറങ്ങി വരാൻ നോക്കുക. സ്റ്റെയർ കേസിൻ്റെ അവിടെ ഒരു പെങ്കൊച്ച്. അപ്പോൾ അവള് ഞങ്ങളിങ്ങനെ പരിചയപ്പെടുകയാണ്. അവൾ എന്നോട് ചോദിച്ചു, അച്ഛൻ്റെ വീട് വയനാട്ടിലാണോ? അതെ. ആ, എൻ്റെ കുറച്ച് ബന്ധുക്കളൊക്കെ വയനാട്ടിലുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ ഇവിടെ വന്നിട്ട് എത്ര നാളായി? ഞാൻ വന്നിട്ട് 5-6 വർഷമായി അച്ഛാ. ഒറ്റയ്ക്കാണോ? അല്ല, ഞങ്ങൾ ഫാമിലി ആയിട്ടാണ്. ഭർത്താവ് എന്തി? ഭർത്താവ് തീ. അപ്പം അറിയാതെ ഞാൻ ചോദിച്ചു, കല്യാണം കഴിഞ്ഞ് 5-6 വർഷമായിട്ട് വന്നതാണല്ലോ, അറിയാതെ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പിള്ളേർ എത്രയാണ്? ചോദ്യം തീരുന്നതിന് മുമ്പ് കരച്ചിലാണ് മറുപടി. ഒറ്റ കരച്ചില്ല എൻ്റെ മുമ്പിൽ, ഒറ്റ കരച്ചിലാ കൊച്ച്. അവൾ പറഞ്ഞു, ഞങ്ങൾക്ക് മക്കളില്ല അച്ഛാ. മക്കളില്ല എന്ന് പറയാൻ ഇത്രയും കരയേണ്ടതിൻ്റെ കാരണം എന്താ അറിയോ? മക്കളില്ലാത്തതിനെ പ്രതി ഒത്തിരി മുറിവ് ചങ്കിലേറ്റിട്ടുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു, വീട്ടിലേക്ക് പോകാറില്ല, നാട്ടിലേക്ക് പോകാറില്ല. എന്താണെന്നറിയോ? ചെല്ലുമ്പോൾ തന്നെ ചോദ്യം വരും. എന്ത് ചോദ്യം? എന്തായി വിശേഷം? വല്ലതും ഉണ്ടോ? ഒന്നുമില്ല അല്ലേ? നമ്മുടെ നാട്ടുകാർക്ക് ഒരു പ്രത്യേക സുഖേടാ അല്ലേ? ഒരു പ്രത്യേക സുഖമാണ് അങ്ങനെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ. ഇങ്ങനത്തെ മുള്ളുകൊണ്ട് ഇതിൻ്റെ ചങ്കും ഇങ്ങനെ കലങ്ങി കിടക്കുകയാണ്. അതുകൊണ്ടാണ് കരഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു, ഭർത്താവ് പീറ്റർ എന്നാ പേര്, അവനിതുവരെ എന്നെ പരിചയപ്പെട്ടിട്ടില്ല, അവനൊന്ന് വിളിക്കാവോ? അപ്പോൾ അവൾ എടുത്തു വാക്കാൻ എന്നോട് പറഞ്ഞു, പുള്ളി ആരോടും മിണ്ടിയലച്ചാ. ഞാൻ ചോദിച്ചു, മിണ്ടിയല്ലാത്ത? അതെ, ആരെങ്കിലും ഈ ചോദ്യം ചോദിക്കുമെന്ന് പേടിച്ചിട്ട് ഒഴിഞ്ഞു മാറി നടക്കുകയാണ്. ആരെയും പുള്ളി അങ്ങനെ വലിയ ബന്ധമൊന്നുമില്ല. അവൾ വിളിച്ചില്ല. ഏതായാലും ഇവളിത്രയും ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞപ്പം
ഇവൾക്കൊരു ആശ്വാസ വചനം പറഞ്ഞു കൊടുക്കാൻ സത്യത്തിൽ എൻ്റെ മനസ്സിലൊന്നും വന്നുമില്ല. ഈ ദുബായ് പള്ളി ഇഗ്നാത്യസ് ബാവായുടെ നാമത്തിലുള്ള പള്ളിയാണ്. അവിടെ ബാവായുടെ തിരുശേഷിപ്പുണ്ട്. അപ്പം ഞാൻ അവിടെ കേട്ടിട്ടുണ്ട്, പണ്ട് നമ്മുടെ സക്കാ തിരുമേനി വന്ന സമയത്തൊക്കെ അക്രൈസ്തവരായ ആളുകളെ വരെ വന്നിട്ട് അവിടെ നിന്ന് ഒത്തിരി അനുഭവങ്ങൾ, അടയാളങ്ങളുണ്ടായത്. അപ്പോൾ ഞാൻ എടുത്ത വാക്കിനെ അവളോട് പറഞ്ഞു, നീ ഇങ്ങനെ കരയാതെ ആ വിശുദ്ധൻ്റെ കബറിടത്തിൻ്റെ അരികിൽ ചെന്ന് കവിണ് വീണ് കർത്താവിനോട്, ആ പുണ്യവാനോടൊപ്പം നീ പ്രാർത്ഥിക്കുക. അവിടെ നിന്ന് നിന്നെ ആശ്വസിപ്പിക്കും. കാരണം എനിക്ക് ദർശനവരങ്ങളോ പ്രവചനവരങ്ങളോ എനിക്കില്ല. എനിക്കതിനെക്കുറിച്ചൊന്നും അത്ര ആഴത്തിൽ അറിയത്തുമില്ല. അപ്പോൾ ഇവളെ അങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിച്ച ഒരു മയക്കുവടി വെക്കാൻ എനിക്കൊട്ടു ബലവും ഇല്ല. ഞാൻ പറഞ്ഞ ദർശനങ്ങളും മോശമെന്നെല്ലാം പറഞ്ഞു, അതൊക്കെ പ്രത്യേക വരം കിട്ടിയിരിക്കുന്നതാണ്. ഈ മേഖലയിലൊന്നും ഒരു പറയാനുള്ള സിദ്ധി എനിക്കില്ല താനും. എങ്കിലും ഞാൻ അവളോട് പറഞ്ഞു, കർത്താവ് നിന്നെ ആശ്വസിപ്പിക്കും. അങ്ങനെ പറഞ്ഞു പോയപ്പം എൻ്റെ ഒരു കുസൃതി കൊണ്ട് ഞാൻ അവളോട് ഇങ്ങനെ പറഞ്ഞു. അത് വലിയ അഭിഷേകം കിട്ടി പറഞ്ഞു, കുസൃതി വാക്കാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ജിഷേ മാമോദീസ് എന്നെ വിളിക്കണം കേട്ടോ. കൊച്ചില്ലാതെ ഒരു കരഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവളൊന്ന് ചിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, മാമോദീസ എന്നെ വിളിക്കണം കേട്ടോ. അവൾ എൻ്റെ നേരെ നോക്കി ഒരു തമാശ ചിരിയും ചിരിച്ച് കണ്ണീരും തുടച്ചുകൊണ്ടങ്ങ് പോയി. 2-3 മാസം കഴിഞ്ഞ്, കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ ആ പള്ളിയിൽ നിന്ന് പോന്നു. പിന്നെ ഞാൻ വയനാട്ടിൽ ഇങ്ങനെ പള്ളിയൊക്കെ നടത്തുന്നു. കുറേ നാൾ കഴിഞ്ഞപ്പം, ഒരു 8, 10, 12 മാസം കഴിഞ്ഞപ്പം എനിക്കൊരു ഫോൺ കോള്, അച്ഛൻ ഇന്ന മാസം ഇന്ന ദിവസം തൃശ്ശൂർ വരെ വന്നു. അപ്പോൾ ഞാൻ ആരെയാണ് വിളിക്കുന്നത്? അച്ഛൻ ജിഷ വിളിക്കുന്നത്. ആ ജിഷ, എന്താ വിശേഷം? അല്ല, എൻ്റെ കൊച്ചിൻ്റെ മാമോദീസയാണ്, അതിന് വന്നോ. എനിക്ക് പെട്ടെന്നങ്ങ് ദേഷ്യം കയറി. നിനക്ക് കൊച്ചില്ലാത്തതിനെ പ്രതി എത്രയോ ദിവസം ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം നീ ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ എന്നെ വിളിച്ച് പറയാനുള്ള ഒരു സാധാരണ ഒരു കോമൺ സെൻസ് എങ്കിലും വേണ്ടേ? അപ്പോഴവൾ എന്നോട്, ഞാൻ മറന്നുപോയായിരുന്നു, അപ്പോഴവൾ എന്നോട് പറഞ്ഞത്, അച്ഛനല്ലേ പറഞ്ഞത് മാമോദീസ വിളിക്കണമെന്ന്. അപ്പം ഞാനും പീറ്ററും കൂടെ തീരുമാനിച്ചു, എന്നാൽ ഇത് അച്ഛനോട് പറയണ്ട, മാമോദീസ നേരിട്ടങ്ങ് വിളിച്ചേക്കാം. ഞാനൊരു 2 വർഷം മുമ്പ് ദുബായ് പള്ളി ധ്യാനം നടത്താൻ പോയി. ധ്യാനം നടത്താൻ ചെല്ലുമ്പം ജിഷയും പീറ്ററും വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ പള്ളി നിറച്ച് ധ്യാനത്തിന് ഇരിക്കുക. ഞാൻ ഈ വിഷയം പറഞ്ഞിട്ട് പറഞ്ഞു, വിശ്വാസത്തിൻ്റെ ശക്തി, ചില അനുഭവങ്ങളാണ് സത്യമെന്ന് വിചാരിച്ചിരുന്നിടത്ത് സത്യം അതല്ല, ദൈവമാണെന്ന് വെളിപ്പെടുത്തി. 6-7 വർഷം എല്ലാ ചികിത്സയും നടത്തി. അവസാനം അവരുടെ സത്യം മനസ്സിലാക്കി, ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ ശേഷിയില്ല. അതല്ല സത്യമെന്ന് ദൈവം വെളിപ്പെടുത്തിയ ഒരു സാധനം അവിടെ ഇരിപ്പുണ്ട്. ജിഷ എഴുന്നേറ്റ് വന്നപ്പം ജിഷയുടെ കയ്യിൽ ചെറിയൊരു കൊച്ച്. അപ്പം ഞാൻ വിചാരിച്ചു, ഈ കൊച്ച് ഇതുവരെ വളർന്നില്ലേ? അപ്പോൾ പീറ്റർ എഴുന്നേറ്റപ്പോൾ വേറൊരു കൊച്ച്, 2 എണ്ണം. ആദ്യത്തെ ഉണ്ടായി, കുറച്ച് ഇപ്പോൾ വേറെ 2ാമത്തെ ഉണ്ടായിരിക്കുന്നത്. കുഞ്ഞുങ്ങളില്ലാതിരുന്ന കുടുംബത്തിൽ ദൈവം 2 കുഞ്ഞുങ്ങൾ കൊടുത്തു. ജനം ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തെ കൈയടിച്ച് മഹത്വപ്പെടുത്തി. കണ്ടോ? അപ്പോൾ നമ്മൾ ഓർക്കണം, ചില എരിഹോയിൽ ആര് വരും? പറ. ജിഷയും അവരുടെ പേര് ഞാൻ പറഞ്ഞത്, നിങ്ങൾ അവരെ അറിയെങ്കിൽ അതൊരു സത്യമായി കിടക്കട്ടെ എന്ന്. ചുമ്മാ ഊഹാവാഹ വെടിവെച്ചിട്ട് കാര്യമില്ലല്ലോ. ആ കുഞ്ഞുങ്ങൾ വിചാരിച്ചു, മെഡിക്കൽ സയൻസ് ഞങ്ങളോട്, മെഡിക്കൽ സയൻസ് മോശമല്ല, അത് വളരെ ദൈവം കൊടുത്ത ചില അനുഗ്രഹങ്ങളാണ്. മെഡിക്കൽ സയൻസിന് ഒരു തെളിവ് ലോകത്ത് കൊടുക്കാനുള്ളത് ഇവർക്ക് ഇതാ കുഞ്ഞുങ്ങളുണ്ടാകാൻ സാധ്യതയില്ല. ലോകം അവരെ നോക്കി വിധിയിരുത്തി, 6-7 കൊല്ലമായി, ഇനിയിപ്പോൾ ഉണ്ടാവാനൊരു സാധ്യതയില്ല. അവർ തന്നെ പറഞ്ഞു ഇനിയിപ്പോൾ ഉണ്ടാവാൻ. അനുഭവങ്ങൾ അവരുടെ ഉള്ളിലൊരു സാക്ഷ്യമായി. എന്നാൽ ആ സാക്ഷ്യത്തിൻ്റെ അപ്പുറത്ത്, അവരുടെ കണ്ണീരിൻ്റെ മേൽ അപ്പുറത്തൊരു സാക്ഷ്യം വന്നു. ഇതാ 2 കുഞ്ഞുങ്ങൾ എടുത്തുകൊണ്ട് അവൾ സ്തോത്രം പറയുകയാണ്. അപ്പം നമ്മൾ ഓർക്കുക, എൻ്റെ എരീഹോയിൽ ആര് വരും? അപ്പോൾ നമ്മൾ കുടുംബജീവിതത്തിൻ്റെ ധ്യാനം ഇവിടെ നടത്തുമ്പോൾ ഓർക്കണം, എൻ്റെ വീട് എൻ്റെ അനുഭവങ്ങളുടെ ഒരു നേർപ്പട്ടികയാണെന്ന് ലോകം പറയും, എന്നാൽ എൻ്റെ കർത്താവിൻ്റെ സാക്ഷ്യമാണെന്ന് ഞാൻ പറയും. അങ്ങനെ പറയണ്ടേ? ദൈവം ഇടപെടുമ്പോൾ ലോകം പറഞ്ഞ എല്ലാ അനുഭവം മാറും. ഇപ്പം ലോകം ചെന്ന അനുഭവങ്ങൾ നമ്മളിങ്ങനെ ഉയർത്തി പിടിക്കും. പിന്നെയാണ് ദൈവം തന്ന അനുഭവം ഒരു ഇത് ഓക്കി പിടിച്ചിട്ട് പറയും ദൈവം ഇടപെട്ടു. അപ്പം ദൈവം ഇടപെടണമെങ്കിൽ ദൈവത്തിന് എന്ത് കൊടുക്കണം? സ്ഥാനം കൊടുക്കണം. ഹല്ലേലൂയ പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Somebody